പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, നമ്മുടെ സ്വർണ്ണവർഷം എത്തിയിരിക്കുകയാണ് അല്ലേ. എല്ലാ സൺഡേസിലും നിങ്ങൾക്ക് കുറച്ച് സ്വർണ്ണ നാണയം തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. എന്താണ് ഈ പ്രോഗ്രാം എന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരോടാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇവിടെ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നില്ലേ? ഈ നമ്പേഴ്സിൽ, ഈ ബോക്സസിൽ എവിടേക്കോ ഗോൾഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഗോൾഡ് കണ്ടുപിടിക്കുക എന്നുള്ള ടാസ്ക്കാണ് നിങ്ങൾക്കുള്ളത്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം നിങ്ങൾക്ക് കിട്ടും. വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് ഫോൺ എടുത്ത് വിളിക്കുക. ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് എന്നോട് പറയുമ്പോൾ ഞാൻ ചെന്ന് തുറന്ന് നോക്കുന്നു. തുറന്ന് നോക്കുമ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തരുന്നു. എത്ര ഈസി അല്ലേ നമ്മുടെ സ്വർണ്ണവർഷം. എന്തായാലും സ്വർണ്ണവർഷത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യെസ്, ഞാൻ ഇന്ന് അണിഞ്ഞിരിക്കുന്ന ഈ ഒരു ഗോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നുള്ള ഗോൾഡാണ്. ഗോൾഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഡയമണ്ട്സ് ആണ് ഈ ഇട്ടിരിക്കുന്നത്. ശരിക്കും സെറ്റായിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു മാലയാണെന്നുണ്ടെങ്കിലും അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഇയർ റിങ്ങും അതിനോടൊപ്പം തന്നെ ഈ ഒരു ബാംഗിളും ഒക്കെ നല്ല രസമുണ്ടല്ലേ. ശരിക്കും എനിക്ക് ഭയങ്കര മാച്ചിനാണ് കറക്റ്റ് ഇന്ന് ഓർണമെൻറ്റ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. ഇത് കണ്ടിട്ടും മതി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്വർണ്ണമഹലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്വർണ്ണത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അക്ഷയതൃതീയ ഇങ്ങനെ വരികയല്ലേ. അപ്പോൾ അക്ഷയതൃതീയ വരുന്നതിനോടനുബന്ധിച്ച് സ്വർണ്ണമഹലിലുള്ള ഒരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് അക്ഷയതൃതീയയുടെ അന്ന് സ്വർണ്ണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാം. പവന് 1000 രൂപ വെച്ച് അടച്ചാൽ മാത്രം മതി. നിങ്ങൾ അക്ഷയതൃതീയയുടെ അന്ന് ചെന്ന് പിന്നെ ബാക്കി തുക അടച്ച് വാങ്ങിയാൽ മതി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണത്തിൻ്റെ വില കൂടിയാലും നമുക്ക് സീനില്ല, കുറഞ്ഞാലും ആ കുറഞ്ഞ വിലയ്ക്കും കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, വേറൊരു ഓഫർ കൂടി ഉണ്ട്. അതായത് നമ്മൾ പഴയ സ്വർണം കൊടുക്കുമ്പോൾ പൊതുവേ നമുക്ക് കറക്റ്റ് എന്താ പറയുക, കയ്യിൽ നിന്ന് കുറച്ച് കാശ് പോകുന്ന ഫീലിംഗാണ് അല്ലേ. പണിക്കൂലി കിട്ടില്ല, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കുറച്ചൊരു വിഷമം വരാറുണ്ട്. പക്ഷേ ആ ഒരു വിഷമം മാറ്റുന്ന ഒരു ഓഫറാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഗ്രാമിന് നമുക്ക് ഇപ്പോൾ ഉള്ള സ്വർണ്ണ വിലയെക്കാട്ടിലും ഒരു 125 രൂപ എക്സ്ട്രാ നമുക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത പഴയ സ്വർണം കൊടുക്കുമ്പോൾ സ്വർണ്ണമഹലിൽ. നല്ലൊരു ഓഫറാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണം വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ സ്വർണ്ണവർഷത്തിലേക്ക് തിരിച്ചു വരാം. യെസ്, നമ്മുടെ ഫസ്റ്റ് കോളറിലേക്ക് നമുക്ക് പോകാനുള്ള സമയമായല്ലേ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോളിലൂടെ മാത്രമല്ല വാട്സപ്പിലൂടെയും നമ്മുടെ സ്വർണ്ണവർഷത്തിൽ പങ്കെടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ വിളിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വാട്സപ്പിലും കൂടെ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചേക്കുക. ഒറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും അതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും ഒന്ന് അയച്ചേക്കുക. കാര്യം ഏറ്റവും അവസാനം നമ്മൾ വാട്സപ്പിലും വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോളറിലോട്ട് പോവാം. ഹലോ നമസ്കാരം, ഇതാരാണ്? ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ടിവിയുടെ വോളിയം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാം. ആണോ? ഇപ്പൊ കേക്കാലോ അല്ലേ? പേരെന്താണ്? ഷൈനി. ഷൈനി എവിടുന്നാ വിളിക്കുന്നേ? ചങ്ങനാശ്ശേരി. എന്താ ചെയ്യുന്ന ഷൈനി? ഹൗസ് വൈഫ് ആണോ? ശബ്ദം കേട്ടപ്പോ ഞാൻ ഏതോ കൊച്ചു കുട്ടിയാണ്. എല്ലാരും പറയാറുണ്ടോ കൊച്ചു സൗണ്ടാന്ന്? പറയാറുണ്ടല്ലേ. ഓക്കെ, യെസ്. ഷൈനിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡ്, അച്ഛൻ, അമ്മായിമ്മ, മൂത്ത മോള് ജോലിയിലാണ്, എയർപോർട്ടില്. മൂത്ത മോള് ജോലി ചെയ്യാണ്? മൂത്ത മോള് പിന്നെ രണ്ടാമത്തെ മോള് കല്യാണം കഴിഞ്ഞു. ഓക്കെ, അടിപൊളി. അപ്പോ യെസ്, എല്ലാരും ഉണ്ടോ വീട്ടില്? എല്ലാരും ഉണ്ട് വീട്ടില്. സൺഡേ എന്താണ് സ്പെഷ്യൽ? സൺഡേ സ്പെഷ്യൽ ഒന്നുമില്ല. ഞാനിപ്പോ ജോലി സ്ഥലത്താണ്. എന്തോ?
ഞാൻ ജോലി സ്ഥലത്താണ്. ജോലി സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ജോലി സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ടി വി കാണാൻ പറ്റുന്നുണ്ടോ? ആ, കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ? 33 അല്ലേ? 33. ഓക്കെ, 33-ല് ഷൈനി ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ നോക്കാം അല്ലേ? ഓക്കെ നോക്കട്ടെ. 33-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. വാട്സപ്പിലും അയക്കണേ. ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ ഷൈനി ചേച്ചിക്ക് സ്വർണം കിട്ടിയിട്ടില്ല, പക്ഷെ ഇനിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. കോളേഴ്സ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഒരു 2-3 ട്രൈയിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൾ കണക്ട് ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? ഞാൻ പ്രശാന്ത മോഹൻദാസ്. എന്തോ എന്താണ്? ഒന്നുകൂടെ പറയോ പേര്? പ്രശാന്ത മോഹൻദാസ്. അതെ, പ്രശാന്ത എന്നാണ് പേര് അല്ലേ? ഓക്കെ. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കോഴിക്കോട് എരഞ്ഞിപ്പാലം. കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ മാഡം. ആണോ? ഫാമിലി ഒക്കെ? 2 മക്കളാണ്. 2 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ്. ഓക്കെ. അവരും കോഴിക്കോട് തന്നെയാണോ അതോ ദൂരെയാണോ? അതെ, കോഴിക്കോട് എരഞ്ഞിപ്പാലം. ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഏതാണ് നമ്പർ ചേച്ചി? 37 അല്ലേ? 37. ഓക്കെ, നമ്മൾ നേരത്തെ 33 ആണ് പറഞ്ഞത്. അതിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഒരു 37 ആണ് പ്രശാന്ത് ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം സ്വർണ്ണം ഉണ്ടോന്നേ. 37-ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ചേച്ചി വിചാരിച്ചോ സ്വർണം കിട്ടുന്ന? വിചാരിച്ചോ? വിചാരിച്ചില്ല. ഹാപ്പി ആയല്ലേ? കോഴിക്കോട് നിന്നല്ലേ ചേച്ചി വിളിക്കുന്നേ? ഹാപ്പി ആയി. കോഴിക്കോട് നിന്നല്ലേ ചേച്ചി വിളിക്കുന്നേ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ആരെയായിരിക്കും ആദ്യം വിളിച്ച് പറയാൻ പോകുന്നത് സ്വർണം കിട്ടിയെന്ന്? മോളെ വിളിക്കും. ഓക്കെ, അടിപൊളി. ഇതുപോലെ ഇനിയും വിളിക്കാട്ടോ. ചേച്ചി ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നേ? ഞാൻ കഴിഞ്ഞ 1 മാസം മുന്നൊക്കെ വിളിച്ചു, കൊറേ വിളിച്ചു, അന്നൊന്നും കിട്ടിയില്ല. അന്നൊന്നും കണക്ട് ആയില്ല. ഇത് ഫസ്റ്റ് ടൈം ആണ് കണക്ട് ആവുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം കണക്ട് ആയതേ സ്വർണവും കിട്ടി. അടിപൊളി. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും സ്വർണം നേടുക കേട്ടോ. താങ്ക് യു. ടാറ്റാ. എന്തായാലും നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ കിട്ടി. സെക്കൻഡ് കോളിൽ തന്നെ ഫസ്റ്റ് വിന്നറിനെ കിട്ടി എന്നുള്ളതാണ്. പ്രശാന്ത എന്നാണ് ചേച്ചിയുടെ പേര്. ഫസ്റ്റ് കണക്റ്റായി ഫസ്റ്റ് കിട്ടിയ ഒരാളാണ്. അതായത് ഒരു മൾട്ടിപ്പിൾ ടൈംസ് ഒന്നും ഇതുപോലെ കണക്റ്റായി ട്രൈ ചെയ്തൊന്നും പോയിട്ടില്ല. അടിപൊളി. അപ്പോൾ നമുക്ക് ഇനിയും വിന്നേഴ്സ് വരണം. ഒരാൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്വർണ്ണം ഇരിക്കൊണ്ട് ഒരു വിഷമത്തിൻ്റെ ആവശ്യമില്ല. വിളിച്ചാൽ മാത്രം മതി. നമുക്ക് സ്വർണം കിട്ടാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ? ഹലോ ഹലോ, ആരാണിത്? തൃഷ. നിഷ എവിടെന്നാ വിളിക്കുന്നേ? പൂജപ്പുര. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് നിഷ? മോളും ചേട്ടനും. എന്താ നിഷ വർക്ക് ചെയ്യുന്നുണ്ടോ? അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്നു. ചേട്ടനോ? സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നു. മോളോ? 7ാം ക്ലാസ്സിൽ പഠിക്കാണ്. ഓക്കെ. മോൾക്ക് പരീക്ഷയാണോ ഇപ്പോ? പരീക്ഷ തുടങ്ങിയല്ലേ? അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഇപ്പോ? ഓക്കെ. യെസ്. ഏതാണ് നമ്പർ ചേച്ചി? 44 അല്ലേ? 44-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 44 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരല്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. താങ്ക് യു. ബൈ.
അപ്പോൾ ചേച്ചിക്ക് സ്വർണം കിട്ടിയിട്ടില്ല, സാരമില്ല, വിഷമിക്കേണ്ട, നെക്സ്റ്റ് ടൈം കിട്ടും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോയാലോ? നെക്സ്റ്റ് കോളറിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യമുള്ളത്, നിങ്ങളിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഉറപ്പായിട്ടും വാട്സപ്പിൽ ഒരു തവണ അയക്കാൻ മറക്കരുത്. ഒറ്റ തവണ മാത്രമേ വാട്സപ്പിൽ അയക്കാവുള്ളൂ. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. ഓക്കെ, ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം അയച്ചവരിൽ, കറക്റ്റ് ആൻസർ ആദ്യം അയച്ചവരിൽ നിങ്ങൾ ഒരാളാണെന്നുണ്ടെങ്കിൽ സമ്മാനം കിട്ടാനുള്ള ചാൻസ് ഹൈ ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹായ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? രമേശൻ. എവിടുന്നാ വിളിക്കുന്നേ? വൈക്കം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യയുണ്ട്, കൊച്ചുമോനുണ്ട്, ഒരു മോനുണ്ട്. ഓക്കെ, മോന്റെ മകനാ അല്ലേ? അല്ലല്ല, മോളുടെ മകനാ. മോളുടെ മകനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കൊച്ചുമോൻ എത്രയായി? അതെ, കൊച്ചുമോന് ഇപ്പൊ 10 വയസ്സാകുന്നു. 10 വയസ്സാകുന്നു. സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ വന്നതാണോ? അല്ലല്ല, അവൻ ഇവിടെ നിന്നാ വളരണേ. ആണോ? ഓക്കെ 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 ഓക്കെ. മോളൊക്കെ എവിടെയാ? ഒരു കാസർഗോഡ്. കാസർഗോഡാണ്. വർക്ക് ജോലി സംബന്ധമായിട്ട് അങ്ങ് പോയതാണോ? ജോലിയുണ്ട്, ഇപ്പൊ ഒരു കുഞ്ഞുമാവയുണ്ട്, 1.5 വയസ്സായി. യെസ്, രണ്ടുപേരും കൂടെ പറ്റില്ല അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, ഏതാണ് നമ്പർ? 31 അല്ലേ? 31. ഓക്കെ, 31ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, 31ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ ചേട്ടാ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം ലക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേട്ടാ, ബൈ. അപ്പോൾ ചേട്ടന് സ്വർണം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് 3-4 ബോക്സസ് മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇതിനകം തന്നെ ഒരു വിന്നറിനെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ യെസ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. ചിലപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായിരിക്കും നെക്സ്റ്റ് ഗോൾഡ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹലോ, ആരാണിത്? സനൂപ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള സനൂപാണോ? ആണ്. സനൂപ് എന്താ ചെയ്യുന്നേ? പഠിക്കുന്ന. എത്രാം ക്ലാസ്സിലായിരുന്നു? 9ാം ക്ലാസ് ആണോ? 8th സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ ഓക്കെ. പരീക്ഷയ്ക്ക് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. തുടങ്ങിയുള്ളൂ? ഒരു എക്സാമേ കഴിഞ്ഞുള്ളൂ? 3 കഴിഞ്ഞു. എങ്ങനെ, ഈസി ആയിരുന്നോ? കുഴപ്പമില്ല. ഇനിയിപ്പോ ബാക്കി എക്സാം ഒക്കെ നാളെ ഉണ്ടോ? വ്യാഴാഴ്ചയാണ്. അപ്പൊ സമയമുണ്ട് പഠിക്കാൻ അല്ലേ? അതുകൊണ്ട് ഇന്ന് റെസ്റ്റ് ആയിരിക്കും. പുറത്തെങ്ങാനും പോയോ സൺഡേ ആയിട്ട്? അമ്മ പുറത്ത് വിടാനുള്ള ചാൻസ് ഇല്ല അല്ലേ? പരീക്ഷ എന്ന് പറഞ്ഞ് ഇരുത്തും അല്ലേ? സാരില്ല. പരീക്ഷ കഴിയുമ്പോ നീണ്ടു കിടക്കല്ലേ വെക്കേഷൻ. ഓക്കെ, ഏതാണ് നമ്പർ സനൂപ്? 20. 20ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 20 ഇതേ ആ സൈഡിൽ ഇരിപ്പുണ്ട്, ഫസ്റ്റ് റോയില്. 20ൽ സനൂപിന് ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. അയ്യോ ഇല്ലല്ലോ സനൂപ്. അത് കുഴപ്പമില്ല, അതാണ് സ്പിരിറ്റ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. സോ നമ്മുടെ സനൂപിന് കിട്ടിയിട്ടില്ല. സനൂപ് ഹാപ്പിയാണ്, വേറെ സീനൊന്നുമില്ല സനൂപിന്. സനൂപ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് കിട്ടാതെയും കിട്ടിയൊക്കെ ഇരുന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരു നെയിമാണ്, സംസാരിച്ച് എനിക്ക് നല്ല പരിചയമുള്ള പേരാണ് സനൂപിൻ്റെ. എന്തായാലും ഇതുപോലെ തന്നെ നിങ്ങൾ വിളിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, സ്വർണ്ണം നിങ്ങളുടെ അടുത്തെത്തും. ഓക്കെ, സോ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? ഹലോ, ഇതാരാണ്? എന്റെ പേര് അമൃത കൃഷ്ണൻ. അമൃത. എവിടുന്നാ വിളിക്കുന്നത് അമൃത? നെയ്യാറ്റിൻകരയെന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, സോ യെസ്, വീട്ടിൽ ആരൊക്കെയുണ്ട് അമൃതയുടെ? അച്ഛൻ, അമ്മ, ചേട്ടൻ. ഓക്കെ, എന്താ ചെയ്യുന്നേ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. ഓക്കെ, പാട്ട് പാടുവോ? ഇല്ല. പാട്ട് പാടില്ലേ? അതെന്താ പാടാത്തെ? എന്താ ഇഷ്ടമുള്ള കാര്യം? എന്താ എക്സ്ട്രാ കരിക്കുലർ പഠിക്കുന്ന അല്ലാണ്ട് ഇഷ്ടമുള്ള കാര്യം എന്താ ചെയ്യാൻ? ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടം. ബുക്ക് വായിക്കും. നോവൽസ് ആണോ വായിക്കുന്നേ? അല്ലാതെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് ബുക്കൊക്കെ വായിക്കും. ഓക്കെ, അപ്പൊ നല്ല റീഡിങ് ഹാബിറ്റ് ഉള്ള ആളാണ് അല്ലേ? അത് കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ പോയി തുടങ്ങും, പക്ഷെ പോവാൻ സമ്മതിക്കരുത്. ഓക്കെ, ഏതാണ് നമ്പർ? 22. 22.
22-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 22-ൽ ഗോൾഡ് ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല കേട്ടോ. വിഷമായോ? ഇല്ലില്ല, അതാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ടാറ്റാ. ഓക്കെ, അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആക്കെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കുറച്ച് ബോക്സ് അല്ലേ തുറന്നുള്ളൂ അല്ലേ? ഇനിയും കുറേ ബോക്സസ് ഉണ്ട്. ശരിക്കും നോർമലി നമ്മൾ കുറച്ച് സെക്കൻഡ് ഹാഫിലോട്ടാണ് കൂടുതലും വിന്നേഴ്സിനെ നമുക്ക് കിട്ടാറ്. പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫിൽ എന്താ പറയുക, സെക്കൻഡ് കോളറിൽ തന്നെ നമുക്കൊരു വിന്നറിനെ കിട്ടി. ഇനി വിന്നേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. എന്തായാലും അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? ഇത് തൃശ്ശൂരിലാ. തൃശ്ശൂരിന്ന്. ഓക്കെ, എന്താണ് പേര്? പേര് ശശി. സഖി. ശശിധരൻ. ശശിധരൻ. ഓക്കെ ഓക്കെ, എന്താ ചെയ്യുന്നേ ചേട്ടൻ? ഞാൻ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാൻ വൈഫ് മോള് ഇവിടെ ഇല്ല. ആ, മോള് ലണ്ടനിലാ, യുകെയിലാ. ലണ്ടനിലാണ്. ഓക്കെ ഓക്കെ, ഒരു മോളേ ഉള്ളല്ലേ? ഒരു മോളേ ഉള്ളൂ. പഠിക്കാൻ പോയതാണോ? ആ, പഠിപ്പ് കഴിഞ്ഞോളെ. ഇപ്പൊ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോ അടുത്തിടയ്ക്ക് എങ്ങാനും വരുന്നുണ്ടോ? ലീവ് എടുത്ത് നാട്ടിലോട്ട് വരുന്നുണ്ടോ? പോയിട്ട് ഒരു കൊല്ലമായിട്ടുള്ളൂ. ഉള്ളൂ അല്ലേ? അപ്പൊ ഒരു പതുക്കെ 2 കൊല്ലം കഴിഞ്ഞ് വരട്ടെ അല്ലേ? ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ചേട്ടാ ഏതാണ്? എന്തോ? വൈഫിന് ജോലിയുണ്ട്. എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? വൈഫ് എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഓഡിറ്റിംഗിന്റെ കമ്പനിയിലാണ്. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ഏതാണ് നമ്പർ ചേട്ടാ? നമ്പർ പറയേ. 47 വേണോ 57 വേണോ എന്നൊക്കെ ചൂസ് ചെയ്യായിരുന്നില്ലേ? 47 കൺഫേം. ഓക്കെ, 47-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 47 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് തുറക്കുകയാണേ. അയ്യോ സോറി, ഇല്ലല്ലോ. സാരമില്ല, എന്തായാലും ഇത്തവണ കിട്ടി. പക്ഷെ സ്വർണം കിട്ടിയില്ല. ചേച്ചി അവിടെ ഇന്ന് ഭയങ്കര പൊട്ടിച്ചിരിയാ. ഫസ്റ്റ് ടൈം കിട്ടുന്നേ അല്ലേ കണക്ട് ആവുന്നേ? അല്ല, ആദ്യ പ്രാവശ്യം വിളിച്ചിരുന്നു, അപ്പൊ കിട്ടിയിരുന്നു. പിന്നെ പിന്നെ കിട്ടിയില്ല. സ്വർണം കിട്ടി ഫസ്റ്റ് ടൈം അല്ലേ? പിന്നെ ഇതുവരെ കിട്ടിയില്ല. അത് എപ്പോഴും നമുക്ക് എന്തോ പിന്നെ ഇപ്പഴാ കിട്ടുന്നല്ലേ? ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം കിട്ടട്ടെ ചേട്ടന്, സ്വർണം കിട്ടട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അതെ, നമുക്ക് സന്തോഷം. ടാറ്റാ. അതാണ്. ഓക്കെ ഏട്ടാ, ടാറ്റാ, ബൈ. ചേട്ടാ ഭയങ്കര ഹാപ്പി ചില്ലായിട്ടുള്ള ആളാണ്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വിളിച്ച് കിട്ടിയില്ലേ? അതാണ് ശരിക്കും ചില സമയം നമുക്ക് തോന്നുന്നത്. അതാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ? എപ്പോഴും സ്വർണം കിട്ടണം എന്നില്ല. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടും അല്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ പക്ഷെ വിളിക്കുക, നമുക്ക് സംസാരിക്കാം അല്ലേ? എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? എന്താണ് പേര്? ചന്ദ്രൻ. എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലം അഞ്ചൽ. നേരത്തെ വിളിച്ചിട്ടുണ്ട്, എനിക്കറിയാം ഈ പേര്, ചന്ദ്രൻ എന്നുള്ള പേര്. ഓക്കെ, അപ്പൊ ചേട്ടാ എന്താ ചെയ്യുന്ന ചേട്ടൻ? വീട്ടിലാരൊക്കെയുണ്ട്? മോള്, മകൻ, ഭാര്യ, എന്റെ അമ്മയുണ്ട്. അമ്മയും ഉണ്ട്. ഓക്കെ ഓക്കെ, എല്ലാരും വീട്ടിലുണ്ടോ ഇന്ന് സൺഡേ ആയിട്ട്? എല്ലാരും ഉണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടാ ഏതാണ് നമ്പർ? 29. ഓക്കെ, 29-ല് ചന്ദ്രേട്ടന് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, 29 ഓപ്പൺ ചെയ്യുമ്പോൾ അയ്യോ ഇല്ല ചേട്ടാ, ഇല്ല. സാരമില്ല കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. സോ യെസ്, അപ്പോൾ നമുക്ക് കുറച്ച് കോളേഴ്സ് ഇപ്പോൾ കഴിഞ്ഞു. അതിൽ സെക്കൻഡ് കോളറിന് ഒരു ഗോൾഡ് കിട്ടി. ഇനിയും കോളേഴ്സ് വരാനുണ്ട്. അപ്പം എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സന്തോഷ വാർത്ത കൂടി എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഏഷ്യാനെറ്റ് ഇപ്പോൾ കുറച്ച് പ്രീപെയ്ഡ് പ്ലാൻസ്, ആകർഷകമായ പ്രീപെയ്ഡ് പ്ലാൻസുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽസിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 2 ഇയേഴ്സിൻ്റെ
ഒരു പ്ലാനാണ്, പ്രീപെയ്ഡ് പ്ലാനാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മാസം വെറും 399 രൂപയ്ക്ക് 100 Mbps സ്പീഡിൽ നിങ്ങൾക്ക് ഫൈബർ കണക്ഷൻ കിട്ടും. അതുപോലെ തന്നെ 400-ൽ പരം ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് 1 വർഷത്തെ പ്ലാനാണ്. അത് 499 റുപ്പീസ് നിങ്ങൾ മന്ത്ലി അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 100 Mbps സ്പീഡിലുള്ള ഫൈബർ കണക്ഷനും അതിനോടൊപ്പം തന്നെ 400+ ചാനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് 6 മന്ത്സിൻ്റെ പ്ലാനാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 599 റുപ്പീസ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 100 Mbps സ്പീഡിലുള്ള ഫൈബർ കണക്ഷനും പ്ലസ് 400 ചാനൽസ് നിങ്ങൾക്ക് കാണാനും പറ്റും. പിന്നെ ഒരു പ്ലാനും കൂടെ ഉണ്ട്, 3 മന്ത്സിൻ്റെ പ്ലാനാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 699 റുപ്പീസ് അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ 100 Mbps സ്പീഡിലുള്ള ഫൈബർ കണക്ഷനും ഒപ്പം 400+ ചാനൽസ് നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ ഇത്രയും അധികം ആകർഷകമായ പ്രീപെയ്ഡ് പ്ലാൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞു, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നാലോ? അപ്പോൾ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ എന്താണ് നമ്മുടെ ഗെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ബോക്സുകളിൽ ഒരു നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക, എന്നോട് പറയുക, അത് തുറന്നു നോക്കുമ്പോൾ സ്വർണ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് സ്വർണ്ണം നേടാനുള്ള ഒരു ചാൻസ് ആണ്. എന്തായാലും അതിനോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഗോൾഡിനെ പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് സ്വർണ്ണമഹലിൽ നിന്നുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ്, ഡയമണ്ട്സ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് സ്റ്റോൺസ് വെച്ച മാലയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു കമ്മലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര രസമുണ്ട് അല്ലേ? നല്ല രസമുണ്ട്, നല്ലൊരു ഡിസൈനിലുള്ള പെയറാണ്. എനിക്ക് ഇന്നത്തെ ഈ ഒരു ഡ്രസ്സിന് അടിപൊളിയാണ്, മാച്ചിങ് ആണ്. അതുപോലെ തന്നെ ബാംഗിൾസും ഒക്കെ സെയിം സെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വർണ്ണമഹലിൽ അടിപൊളി ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അക്ഷയ തൃതീയ വരുമ്പോഴാണ് നമ്മൾ സ്വർണം വാങ്ങിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നത് അല്ലേ? നമുക്ക് ഇഷ്ടമാണ് ആ ഒരു ദിവസം വാങ്ങിക്കാൻ, നല്ലതാണ്, ഭാഗ്യമാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അക്ഷയ തൃതീയയ്ക്ക് ഗോൾഡ് വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, ആ സമയത്ത് എങ്ങാനും ഇനി വില കൂടുമോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം. അതായത് 1000 റുപ്പീസിന് 1 പവൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ പവനിന് 1000 റുപ്പീസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അക്ഷയ തൃതീയയുടെ അന്ന് വില കൂടിയാലും നിങ്ങൾക്ക് ആ വില കൂടുതൽ കൊടുക്കണ്ട, കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഓഫറും കൂടെ ഉണ്ട് കേട്ടോ. നോർമലി നമുക്ക് സ്വർണ്ണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു വിഷമമാണ്, എന്തോ എക്സ്ട്രാ കയ്യിൽ നിന്ന് കാശ് പോകുന്ന പോലെ ഒരു വിഷമമാണ്. പക്ഷേ ഇനി അങ്ങനെ വിഷമിക്കേണ്ട. സ്വർണ്ണമഹലിൽ നിങ്ങൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പവൻ എത്രയാണോ രൂപ, അതിൽ ഗ്രാമിന് എക്സ്ട്രാ 125 രൂപ വെച്ചിട്ട് സ്വർണ്ണമഹൽ തരും നമ്മൾ ഈ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്നുള്ളതാണ്. അടിപൊളിയല്ലേ? നല്ലൊരു ഓഫറാണ്, നല്ലൊരു പ്ലാൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി സ്വർണ്ണമഹലിൽ നടക്കുന്ന ഓഫേഴ്സ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് സ്വർണ്ണവർഷത്തിലോട്ട് തിരിച്ചു വരാം. നമ്മുടെ കോളർ റെഡിയാണ്. ഹലോ. ഹലോ, ഹായ്, നമസ്കാരം. താരാണ്? എന്താണ് പേര്? ആദിൽ കൃഷ്ണ. ആദിൽ കൃഷ്ണ. എവിടെ നിന്നാ വിളിക്കുന്നത് ആദിൽ? കൊരട്ടി. എവിടെയാ? കൊരട്ടി, തൃശ്ശൂർ. കൊരട്ടി, തൃശ്ശൂർ അല്ലേ? ഓക്കെ ഓക്കെ, കൊരട്ടി. ഓക്കെ, തൃശ്ശൂരിലല്ലേ? വീട്ടിലാരൊക്കെയാ ഉള്ളത്? അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛൻ, അമ്മ, അനിയൻ. എന്താ ചെയ്യുന്ന ബ്രോ? പഠിക്കണ്. എത്രാം ക്ലാസ്സിലാ? 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ അയ്യോ, എക്സാം ഒക്കെ തുടങ്ങിയില്ലല്ലോ, ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോവല്ലേ എക്സാം? നാളെ തുടങ്ങുകയാണ്. എൻ്റെ അമ്മോ, സെറ്റാണോ? എല്ലാം പഠിച്ചോ? പഠിച്ചു. റിലാക്സ് ചെയ്യാൻ വേണ്ടി വിളിച്ചാ അല്ലേ?
ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ, ചില്ലായിട്ടിരിക്കുക. ഈ ഒരു റിലാക്സേഷനിൽ തന്നെ പരീക്ഷ എഴുതാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുക്കുന്നതിലൊന്നും തെറ്റില്ല. പഠിച്ചൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ഏതാണ് നമ്പർ? 12. 12 അല്ലേ? 12 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ 12 ഗോൾഡ് ഉണ്ടോ. ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് വീക്ക് വിളിക്കുമ്പോൾ കിട്ടട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് എക്സാമിന്. ബൈ. പെട്ടെന്ന് പോയി, ഇനി പഠിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് പോയതായിരിക്കും. എന്തായാലും 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് ഇടയ്ക്കും വിളിക്കാൻ കാണിച്ചില്ലേ? വിളിക്കാൻ കാണിച്ചതിനല്ല, ഇങ്ങനെയുള്ള ബ്രേക്സ് ഇടയ്ക്കിടയ്ക്ക് എടുക്കണം. ചില വീടുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കുക, ആ ഒരു സീറ്റിൽ നിന്ന് എണീക്കാനോ ടി വി ഒന്ന് കാണാനോ ഒന്നും സമ്മതിക്കില്ല. അങ്ങനെയൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്താൽ മാത്രമേ നമ്മുടെ തലയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കയറുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ, പഠിക്കുന്ന കുട്ടികളെല്ലാവരും. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹലോ, എന്റെ പേര് കണ്ണൻ. ആ കണ്ണൻ, എവിടുന്നാ വിളിക്കുന്നേ? നെയ്യാറ്റിങ്കര. നെയ്യാറ്റിങ്കര. എത്രാം ക്ലാസ്സിലാ കണ്ണൻ? 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിൽ. കണ്ണന്റെ ഒറിജിനൽ നെയിം കണ്ണൻ തന്നെയാണോ അതോ വീട്ടിൽ വിളിക്കുന്ന പേരാണോ കണ്ണൻ? വീട്ടിൽ വിളിക്കുന്ന പേര്. പുറത്ത് വിളിക്കുന്ന എന്താ പേര്? സവിഷ്ണവ്. എന്താണ്? സവിഷ്ണവ്. സവിഷ്ണവ്. സവിഷ്ണവ് എന്നാണ് അല്ലേ പേര്? അത് പറയാൻ ടഫ് ആയോണ്ടാണോ കണ്ണൻ തന്നെ ആദ്യമേ പറഞ്ഞത്? ആ ഓക്കെ. എത്രാം ക്ലാസ്സിലായിരുന്നു കണ്ണൻ? 7th. പാട്ട് പാടും അല്ലേ കണ്ണൻ? ഇല്ലേ. കണ്ണൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ചെയ്യാൻ? ഫുട്ബോൾ കളിക്കണം. ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ടോ? പുറത്തൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ പോവോ കളിക്കാൻ? പോവും. അതോ പഠിക്കാനായിട്ട് പോകുന്നുണ്ടോ എവിടെയെങ്കിലും? അതോ ആ ഏരിയയിലുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ചുമ്മാ പറമ്പിലൊക്കെ പോയി കളിക്കുന്നതാണോ? പോയി കളിക്കും അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി. ഏതാണ് നമ്പർ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്? 11. ആദ്യം വെച്ചിരിക്കുന്ന നമ്പറാണ്. 11 കണ്ണന് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ടോ കണ്ണന്? ഗോൾഡ് ഉണ്ടോ? അയ്യോ സോറി, ഇല്ലല്ലോ. സാരമില്ല, പോട്ടെ. നെക്സ്റ്റ് ടൈം കിട്ടും കേട്ടോ. ടാറ്റാ. കണ്ണൻ ചെറിയ രീതിയിൽ ഡെസ്പായ പോലെ തോന്നുന്നുണ്ട്. സാരമില്ല കണ്ണ, ഇതൊക്കെ എന്ത് ഇനി നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോകാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാം. ഇതിപ്പോൾ കണ്ണന് കിട്ടിയില്ല, കണ്ണൻ സാഡാണ്, പക്ഷേ വാട്സപ്പിൽ അയച്ചു നോക്കൂ, ചിലപ്പോൾ കിട്ടിയാലോ. ഇതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു തവണ അയക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ. ഹലോ, ആരാണിത്? സുരേഷ്. സുരേഷ്, എവിടെ നിന്നാണ് വിളിക്കുന്നത് സുരേഷ്? വൈപ്പിൻ. എന്താ? എവിടെയാ? വൈപ്പിൻ. ഓക്കെ ഓക്കെ, യെസ്. എന്താ ചെയ്യുന്ന സുരേഷ്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഭാര്യയും മോനും മാത്രം. മോൻ എന്താ ചെയ്യുന്നേ? ഡിഗ്രി കഴിഞ്ഞ് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ചേട്ടാ ഏതാണ് നമ്പർ സെലക്ട് ചെയ്തേ? 68. 68 അല്ലേ? 68ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സുരേഷ് ചേട്ടന് ഗോൾഡ് ഉണ്ടോ 68ൽ? നോക്കട്ടെ. അയ്യോ ഇല്ല ചേട്ടാ, കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പോൾ ചേട്ടന് ഗോൾഡ് കിട്ടിയിട്ടില്ല. സാരമില്ല, നമുക്ക് ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കേ കിട്ടിയിട്ടുള്ളൂ. കം മോൺ, ഇന്നത്തെ വിന്നേഴ്സൊക്കെ എവിടെയാണ്? നിങ്ങൾ നോക്കിയിരിക്കുക അല്ലേ? ഞാൻ നോക്കിയിരിക്കരുത്, ഫോണെടുത്ത് വിളിക്കുക, എന്നല്ലേ നമുക്ക് പെട്ടെന്ന് ഗോൾഡൊക്കെ കൊടുക്കാൻ നോക്കൂ. ഓക്കെ, സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? ആലപ്പുഴയിൽ ശിവരഞ്ജിനി ചേച്ചിയാണോ? ശ്രീരഞ്ജിനി അല്ലേ? ആലപ്പുഴ എന്ന് പറഞ്ഞാലേ ഞാൻ ഗസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നോ ചേച്ചി? ആ, എനിക്ക് മനസ്സിലായത് ആലപ്പുഴന്നാ എന്ന് പറഞ്ഞപ്പോ. ശില്പ. ഓക്കെ ചേച്ചി, ഏത് നമ്പറാന്ന് വെച്ചാ എനിക്കറിയത്തില്ലല്ലോ. എന്റെ അടുത്തും പറയാതെ വെച്ചേക്കുന്നേ. അതാണല്ലോ എനിക്ക് ഇത്രയും ഈ അറിയാനുള്ള ആഗ്രഹം.
കാര്യം ഞാനെങ്ങാനും ഇനി ക്ലൂ കൊടുത്താലോ എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ എൻ്റെ അടുത്തും പറയാറില്ല. വളരെ സീക്രട്ട് ആയിട്ട് എല്ലാരും വരുന്നതിന് മുന്നേ വെക്കും. പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ? സുഖമായിട്ടിരിക്കുന്നോ ചേച്ചി? ചേട്ടനോ സുഖമാണോ? ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങൾ എത്ര നേരമായി. ആണല്ലേ? എന്തായാലും കിട്ടിയല്ലോ, ഹാപ്പി ആയില്ലേ? ഏതാണ് ചേച്ചി ചൂസ് ചെയ്ത നമ്പർ? ഞാന് 18 പറയാം, ഉണ്ടോ നോക്കാം. 18 അല്ലേ? ഇത്തവണ 18 ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത്തവണ ഉണ്ടോ എന്ന്. യെസ്, നോക്കട്ടെ 18 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. പോട്ടെ സാരമില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ടാറ്റാ. ഓക്കെ, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ചേച്ചിയും ചേട്ടനുമാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേര് തന്നെ സ്ഥലം പറയുമ്പോഴിപ്പം എനിക്ക് ശബ്ദമൊക്കെ കേട്ട് ഞാൻ ഊഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എപ്പോഴും വിളിക്കാം കേട്ടോ ചേച്ചി. അപ്പോൾ യെസ്, നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോയാലോ? ഹലോ ഹലോ ഹലോ, ഇതാരാണ്? സ്മിത പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടെ നിന്നാണ് വിളിക്കുന്നത് സ്മിത? തൃശ്ശൂര്. ഓക്കെ, എന്താ ചെയ്യുന്നത് സ്മിത? വീട്ടമ്മയാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഭർത്താവുണ്ട്, 3 മക്കളുണ്ട്. 3 പേരുണ്ടല്ലേ? എന്തൊക്കെയാ പേര്? 3 മക്കളുണ്ട്. എന്താ? ഗോകുൽ, മൂത്ത മോൻ ഗോകുൽ. ഗോകുൽ, ഗോപു, ഗോപിക. ഓ, 3 പേരാണ്. ഏറ്റവും ഇളയത് അനിയത്തി അല്ലേ? ഇളയത് അനിയത്തി. ബാക്കി 2 ആൺകുട്ടികൾ. എത്രാം ക്ലാസ്സിലേക്കാ? എന്തോ? കല്യാണമൊക്കെ കഴിഞ്ഞു 3 പേരുടെ? പഠിക്കണോ, PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. 2 മോള് TTCക്ക് പഠിക്കുന്നുണ്ട്. ഓക്കെ. യെസ്, ഓക്കെ. ഏതാണ് നമ്പർ? എന്റെ പേര് ഗീത. പേര് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ഗീത എന്ന് പറഞ്ഞു, അപ്പൊ അവിടെ തെറ്റി പറയുന്നു. ഓക്കെ, ഗീത. കറക്റ്റ് അല്ലേ? ഇപ്പൊ കറക്റ്റ് അല്ലേ? ചേട്ടന്റെ പേരെന്താണ്? ഹസ്ബൻഡിന്റെ? ഭർത്താവിന്റെ പേര് ബാബു. ഓക്കെ. യെസ്, ഏതാണ് നമ്പർ? ഉറക്കെ പറയോ ചേച്ചി, കട്ടായി പോകുന്നുണ്ട്. 17. തൊട്ട് മുന്നേ 18 ഒരാൾ പറഞ്ഞത്. 17 ആണ് ദേ ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം 17 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. അയ്യോ, ഇല്ലല്ലോ. സാരില്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗീത ചേച്ചിക്ക് നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് TV-യുടെ വോളിയം കൂട്ടി വെക്കരുത്. ഇല്ലെങ്കിൽ ആ വോളിയം മൊത്തം ഇവിടെ കേൾക്കും, നിങ്ങൾ പറയുന്നതേ കേൾക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ TV-യിൽ ഒന്നും ശ്രദ്ധിക്കാതെ TV-യുടെ വോളിയം ഒക്കെ കുറച്ച് വെച്ചിട്ട് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക. ഇപ്പോൾ ഫാമിലിക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നിന്ന് സംസാരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? പ്രവീൺ. ഓക്കെ, മലപ്പുറത്ത് നിന്നല്ലേ? മണക്കാട്. പേരൊന്നും കൂടെ പറയൂ. പ്രവീൺ തന്നെയല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് പ്രവീൺ? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. എന്താ ചെയ്യുന്ന പ്രവീൺ? എന്തോ? ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ഓക്കെ. എന്തോ? ഇവിടെ ഭയങ്കര മഴ, ഒന്നും കേൾക്കാനും ക്ലിയർ അല്ല. മഴ കാരണം കേൾക്കുന്നില്ല അല്ലേ? ഓക്കെ. എങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഏതാണ് നമ്പർ? 51. എത്രയാ? 51. 51. ഓക്കെ, 51 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ, 51 ഗോൾഡ് ഉണ്ടോ? നെഹി ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ടാറ്റാ. അപ്പോൾ പ്രവീൺ ചേട്ടനും കിട്ടിയിട്ടില്ല. എവിടെയാണെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. നമ്മൾ കുറച്ച് ബോക്സ് ഒക്കെ തുറന്നു, ഇനി ഉണ്ട് ഒരുപാട് ബോക്സസ്. എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ച് നിങ്ങളിങ്ങനെ
വായുവിൽ നിന്നൊക്കെ എന്താ ആവിഷ്കരിച്ചൊരു നമ്പറൊക്കെ അങ്ങ് പറയുക, ചിലപ്പം അതിലുണ്ടായി എന്ന് വരും. നിങ്ങൾ ചുമ്മാ ചിന്തിക്കാതൊന്നും പറയാതെ ഒന്ന് ചിന്തിച്ച് ലക്കൊക്കെ ഇങ്ങനെ ആവാഹിച്ചെടുത്ത് പറയേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, പോത്തെ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. താരാണ്? ഇത് ആരാണിത്? പൊട്ടിച്ചിരിയാണല്ലോ. ആ പേരൊന്ന് പറയോ? ഹലോ, അഭിനയ. അഖില. അഖില ആദ്യം ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ? കുറച്ചോ? ഒരു മിനിറ്റ്. ആ, 1 മിനിറ്റ് ഇല്ല, ഒരു 10 സെക്കൻഡ് തരാം. യെസ്, കുറച്ചു. ഓക്കെ, എവിടെന്നാ വിളിക്കുന്നത് അഖില? തലശ്ശേരി. ആദ്യം എടുത്തത് ആരാ അഖിലയുടെ? അനിയനാണോ? അനിയന്റെ പേരെന്താ? ആനന്ദ്. ആനന്ദ് ചമ്മലായിട്ട് പോയതാ അല്ലേ? അഖില എന്താ ചെയ്യുന്നേ? എത്രാം ക്ലാസ്സിലാ? ഡിഗ്രി. ആനന്ദോ? +1. ഓക്കെ ഓക്കെ ഓക്കെ. സൺഡേ എന്താണ് പരിപാടി ഇന്ന്? പരിപാടി ഒന്നുമില്ല, വെറുതെ വീട്ടിലിരിക്കുന്നു. എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടോ ഇന്ന് സൺഡേ? ഇല്ല, സ്പെഷ്യൽ ഫുഡൊന്നും ഇല്ല. ഒന്നും സെറ്റ് ആയില്ല അല്ലേ? സാരമില്ല, പോട്ടെ. നമുക്ക് ഏതാണ് നമ്പർ? 23 അല്ലേ? 23ൽ അഖിലയ്ക്ക് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇല്ല കേട്ടോ. സോറി, കിട്ടിയിട്ടില്ല. സാരമില്ല, അനിയൻ കട്ട സപ്പോർട്ടാണ് പുറകെ കേട്ടോ. ഗോൾഡ് എന്നൊക്കെ 3 തവണ പറഞ്ഞു. എന്തോ ഒരു മന്ത്രമാണെന്ന് തോന്നുന്നത്, പക്ഷേ ഏറ്റില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം കേട്ടോ. സ്വർണം കിട്ടട്ടെ. ഓക്കെ, ചേട്ടാ. കട്ട സപ്പോർട്ട് അനിയും പുറകെ, പക്ഷെ ഫോണിൽ വരില്ല സംസാരിക്കാൻ. നെക്സ്റ്റ് ടൈം ആനന്ദ് സംസാരിക്കണം കേട്ടോ, ചിലപ്പോൾ സ്വർണം കിട്ടിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോകുന്നതിന് മുന്നേ ഈ കിട്ടാത്തവരോടും നോക്കിയിട്ട് വിളിക്കാൻ മടിച്ചൊക്കെ ഇരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, വാട്സപ്പിലും കൂടെ അയക്കുക. വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നിങ്ങൾക്ക് നമ്മൾ ഈ എടുക്കാത്ത ബോക്സസുകളിൽ ഏതെങ്കിലുമൊക്കെ സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യും. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിൽ ഏറ്റവും ആദ്യം അയച്ചേക്കുന്നവരിൽ നിന്ന് വിന്നേഴ്സിനെ എടുക്കും കേട്ടോ. ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം കറക്റ്റ് ഉത്തരം അയച്ചിരിക്കുന്നവരിൽ നിന്ന് വിന്നേഴ്സിനെ എടുക്കും. അപ്പോൾ ഉറപ്പായിട്ടും അയക്കുക. പിന്നെ വാട്സപ്പ് നമ്പറിലോട്ട് വിളിക്കരുത്, ആ നമ്പറിലല്ല വിളിക്കേണ്ടത്. ഓക്കെ, സോ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? എന്താണ് പേര്? കൃഷ്ണഭായ്. കൃഷ്ണഭായ് എന്നാണോ? കോഴിക്കോട്. കൃഷ്ണഭായ് എന്നല്ലേ പേര്? ഓക്കെ, കൃഷ്ണഭായ് നല്ല പേരാണല്ലോ. അങ്ങനെ ഭായ് ഇടാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ കൂടെ? പണ്ട് അവർക്ക് ഇങ്ങനത്തെ മീരാബായി, കൃഷ്ണബായി, അത് പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെ ഇട്ടതാ അല്ലേ? അതുകൊണ്ട് ഭയങ്കര പേരിനൊരു ഒരു ഗാംഭീര്യം അല്ലേ പറയുമ്പോ? കൃഷ്ണഭായ് തമ്പുരാട്ടി എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, എവിടെയായിരുന്നു സ്ഥലം? കോഴിക്കോട്. എന്താ ചെയ്യുന്നേ ചേച്ചി? വെറുതെ ഇരിക്കാണ്. വീട്ടിലായിരിക്കാ? എല്ലാവരും ഉണ്ട്. ഓക്കെ, ഇന്ന് എന്താണ് പരിപാടി സൺഡേ ആയിട്ട്? കാലത്ത് അമ്പലത്തിൽ പോയി കുക്കിങ്ങിന്റെ തിരക്കിന്റെ നടുക്ക് കൂടി ഇത് കിട്ടിയപ്പം അപ്പം ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം അതിന് വന്നിരിക്കാം. യെസ്, നമുക്ക് ആ എക്സൈറ്റ്മെന്റ് തന്നെ ഇരിക്കാം. സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏതാണ് നമ്പർ? 48ല് സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സോറി, സാരമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ബൈ. താങ്ക് യു, ബൈ.
അപ്പോൾ കൃഷ്ണഭായിക്ക് കിട്ടിയിട്ടില്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത് തോന്നുന്നു. ഇനി ഈ പേര് ഇതുവരെ കേട്ടിട്ടില്ല, വിളിച്ച് സംസാരിച്ച ഒരു ഓർമ്മയിലില്ല. അപ്പോൾ ഇനിയും വിളിക്കുക, ഇനിയും സ്വർണം കിട്ടാനുള്ള ചാൻസ് വരട്ടെ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് പ്രൈസ് മോൾ എന്നാണ്. എന്താണ് പേര്? പ്രൈസ് മോൾ. പ്രൈസ് മോൾ. വീണ്ടും വെറൈറ്റി നെയിം ആണല്ലോ. താങ്ക് യു. വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇവിടെ തൃശ്ശൂർ കുട്ടനെല്ലൂർ സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടില് അമ്മ, ഹസ്ബൻഡ്, 3 മക്കള്. 3 മക്കൾ. 3 മക്കളുടെ പേരൊക്കെ കേൾക്കട്ടെ. മൂത്താളുടെ പേര് ആബേൽ ആന്റണി, രണ്ടാമത്തെ ആള് ഡാനിയൽ ആന്റണി, മൂന്നാമത്തെ ആള് കൃപ റോസ്. ഓക്കെ, അടിപൊളി. സോ ഏതാണ് നമ്പർ? നമ്പർ 25. 25 അല്ലേ? 25 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. പ്രൈസ് മോളിൽ നിന്ന് പ്രൈസ് അടിക്കുമെന്ന് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 25 ഗോൾഡ് ഉണ്ടോ? കമോൺ. ഇല്ല, സോറി. സാരമില്ല. ഓക്കെ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടും കേട്ടോ. ടാറ്റാ, ബൈ. അപ്പോൾ പ്രൈസ് മോളിന് പ്രൈസ് അടിച്ചില്ല. അപ്പോൾ ഇനി ആർക്കാണ് അടിക്കാൻ പോകുന്നത്? എന്തായാലും നമുക്ക് അടുത്ത പ്രൈസ് കിട്ടാൻ ചാൻസ് ഉള്ള ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ആൾക്ക് സ്വർണ്ണം ഉണ്ടോ നോക്കാം. ഹലോ, ആരാണിത്? മായ. എവിടുന്നാ വിളിക്കുന്നേ? എന്താ ചെയ്യുന്ന മായ? ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയുള്ളത്? അമ്മയും മക്കളും ഉണ്ട്. അമ്മയും മക്കളും ഉണ്ട്. ഓക്കെ, മക്കളൊക്കെ എത്രാം ക്ലാസ്സിലൊക്കെയാ? 8ലും 5ലും. 8ലും 5ലും. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് രണ്ടുപേരും പഠിപ്പിക്കണമല്ലോ. രണ്ടുപേരെയും പഠിപ്പിക്കും. മായ തന്നെയാണോ പഠിപ്പിക്കുന്നേ? ട്യൂഷൻ പഠിപ്പിക്കുകയും ചെയ്യും. 8ാം ക്ലാസ് ഉള്ള മോളാണോ? 2 മോളാണ്. അപ്പൊ 8ാം ക്ലാസ്സുകാരി തനിയെ പഠിക്കുമായിരിക്കും അല്ലേ? പഠിച്ചോളൂ, അപ്പൊ പ്രശ്നമില്ല. ഓക്കെ, ഏതാണ് നമ്പർ? 32. 32. ഓക്കെ, 32ല് മായയ്ക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് മായയ്ക്കാണോ മായ എന്ന് നമുക്കറിയണമല്ലോ. നോക്കട്ടെ, 32ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്ത് വേണമേ. അപ്പൊ ഇനിയും കിട്ടും. ഓക്കെ, 2 തവണ ഗോൾഡ് കിട്ടിയിട്ടുള്ള ഒരു ആളാണ് മായ. അപ്പൊ ഇത്തവണ കിട്ടിയില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം മായ വിളിക്കും. മായക്ക് അറിയാം കിട്ടും എന്നുള്ള അല്ലേ. സോ യെസ്, ഇപ്പൊ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ ഗോൾഡ്. ബാക്കി ഗോൾഡൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒളിഞ്ഞിരിക്കുകയാണ്. സോ നെക്സ്റ്റ് കോളറിന് കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. നമസ്കാരം. ഇതാരാണ്? എന്താണ് പേര്? രാജു. കിളിമാനൂരാണോ? ചുള്ളിമാനൂർ അല്ലേ? ഓക്കെ, രാജു എന്താ ചെയ്യുന്നേ? ഞാൻ തട്ടിന്റെ പണിക്കാ പോകുന്നത്. ആഹാ, വീട്ടിൽ ആരൊക്കെയുണ്ട് രാജു? വീട്ടില് 2 മക്കളുണ്ട്. അതെ. എന്താണ് മക്കളുടെ പേര്? മക്കളെ പേര് അഭിജിത്ത്, ആദിത്യൻ. ഓക്കെ, എന്താ ചെയ്യുന്നത്? അവര് പഠിക്കുകയാണോ? അവര് IT ഒക്കെ പാസ്സായിരിക്കുന്ന അങ്ങനെ ചെറിയൊരു സ്റ്റോർ റൂമിലൊക്കെ പോകുന്നുണ്ട്. ചെറിയ രീതിയിൽ വർക്ക് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അതെ. ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്താണ് പരിപാടി? എന്താ പരിപാടി? ശകലം ചിക്കനൊക്കെ മേടിച്ചു വെച്ചേക്കനെ, കപ്പയൊക്കെ മേടിച്ചു വെച്ചിങ്ങനെ കുക്കിംഗ് കഴിഞ്ഞു ഉച്ചയ്ക്കുള്ള അല്ലേ? അതെ. അടിപൊളി. കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിക്കന്റെ മണമൊക്കെ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഏതാണ് നമ്പർ? 60. 60. ഓക്കെ, 60ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോ? 60. അയ്യോ, ഇല്ലല്ലോ. സാരമില്ല. ഹാപ്പിയാണ്, അതാണ് ആ ചിരിയിൽ അറിയാം ഹാപ്പിയാണെന്ന്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഇനിയും വിളിക്കാം. ടാറ്റാ. ഓക്കെ ചേട്ടാ.
അപ്പോൾ ചേട്ടന് കിട്ടിയിട്ടില്ല. പക്ഷേ ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ വേണം, നമുക്ക് കിട്ടിയില്ലെങ്കിലും എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിലും മറ്റ് എല്ലാ കോളേഴ്സും, ഇതുവരെ കിട്ടാത്ത കോളേഴ്സും കിട്ടിയ കോളേഴ്സും വിളിച്ച് കണക്റ്റ് ആകാത്തവരും ഒക്കെ വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. ഒരൊറ്റ തവണ നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ അത് അയക്കുക. ഇനി അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലില്ലാത്ത നമ്പർ തന്നെ അയക്കാം കേട്ടോ. ഇല്ലാത്തതിൽ നിന്നാണ് നമ്മൾ ഇതുവരെ തുറക്കാത്തതിൽ നിന്നാണ് നമ്മൾ വിന്നറിനെ വാട്സപ്പിലൂടെ എടുക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? അമാന. അമാന എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ പറവൂര്. പറവൂര്. അമാന എത്രാം ക്ലാസ്സിലാ? 6ാം ക്ലാസ്സില്. 7ിലോട്ട് പോകുമ്പോ. ഇനി 7ിലോട്ട് പോവാൻ പോവാ അല്ലേ? പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞാലേ 7ിലോട്ട് പോവുള്ളൂ. ആ, പരീക്ഷ എത്രണ്ണം കഴിഞ്ഞു? 2 കഴിഞ്ഞു. ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ 7ാം ക്ലാസ്സിലോട്ട് പോകാൻ എക്സൈറ്റഡ് ആണോ? ആണ്. ഓ, എനിക്ക് വലിയ കുട്ടി ആയിക്കൊണ്ടിരിക്കുക അല്ലേ? പെട്ടെന്ന് വലുതാവണോന്നാണോ? ആണ്. പെട്ടെന്ന് വലുതായിട്ട് എന്തിനാ? ജോലി വാങ്ങിക്കണം. ഓക്കെ, ജോലി വാങ്ങിക്കണം, ശമ്പളം കിട്ടണം. ഓ, എന്തൊക്കെ ആഗ്രഹങ്ങളാണ്. നമ്മൾ കുഞ്ഞിലെ അങ്ങനെ ആഗ്രഹിക്കും പെട്ടെന്ന് വലുതായി ജോലി കിട്ടണമെന്ന്. ജോലി കിട്ടി കഴിയുമ്പോൾ നമുക്ക് തോന്നും തിരിച്ച് ക്ലാസ്സിലോട്ട് പഠിക്കാനൊക്കെ പോവാതെ. അങ്ങനെയാണ്. എന്തായാലും സാരമില്ല, ഇപ്പം നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ പോയാൽ മതി. ഓക്കെ. സോ യെസ്, അതിനോടൊപ്പം ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞോട്ടെ. വേറൊന്നുമല്ല, നമ്മുടെ വാട്സപ്പിൻ്റെ ടൈം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ ഇനി അയക്കേണ്ട മെസ്സേജ്, വാട്സപ്പിൻ്റെ ടൈം കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ ബേബി. ഹലോ ഹലോ. ബേബിയുടെ പേരൊന്നും കൂടെ പറയോ? അമാന. അമാന. ഓക്കെ. അമാന പാട്ട് പാടുവോ? ഞാൻ പാടും. എനിക്ക് ആ സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായി. ഒരു പാട്ട് പാടി തരുമോ? കേക്കട്ടെ. നീല നിലവേ നിലവിനഴകെ താരമരികെ ചിരിയെ രാവിലും വരാൻ ചിറകിലലയാൻ തോന്നലുളരും മനസ്സിൽ വെറുതെ താനെ മാറിയ ലോകവും നിന്റെ ഓർമ്മയാലേ. അത്രേ അറിയാവുള്ളൂ. ഭയങ്കര സ്പീഡായിരുന്നല്ലോ അമ്മാന. ചിരിയൊക്കെ വന്നല്ലോ അമ്മാനയ്ക്ക്. അവിടെ ആരെങ്കിലും ഉണ്ടോ ചിരിപ്പിക്കാൻ? 2 അനിയന്മാരെ ഒന്ന് ചിരിപ്പിക്കാല്ലേ? എന്തൊക്കെയാ പേര് അനിയന്മാരുടെ? ആമറും ഡാനിയും അല്ലേ? ഓക്കെ. 2 പേർക്കും ഹായ് കേട്ടോ. എത്രാം ക്ലാസ്സിലാ ബേബീസ് അനിയന്മാര്? ഒരാള് 2ാം ക്ലാസ്സില്, ഒരാള് 4ാം ക്ലാസ്സില്. ഓക്കെ. ഏതാണ് നമ്പർ അമ്മാന? 19 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ. അമ്മാനയ്ക്ക് സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ 19-ൽ? അമ്മാനയ്ക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരമില്ല കേട്ടോ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. താങ്ക് യു. അപ്പോൾ അമ്മാനയ്ക്കും ഗോൾഡ് കിട്ടിയിട്ടില്ല. എന്തായാലും ഇനി വരുന്ന ബാക്കി കോളേഴ്സിൽ ഗോൾഡ് കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞോട്ടെ. വേറൊന്നുമല്ല, നമ്മുടെ ഏഷ്യാനെറ്റ് വളരെയധികം ആകർഷകമായ കുറച്ച് പ്രീപെയ്ഡ് പ്ലാൻസുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് എടുത്ത് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു 2 ഇയേഴ്സിൻ്റെ ഒരു പ്രീപെയ്ഡ് പ്ലാനാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വെറും 399 റുപ്പീസിന് മാസം നിങ്ങൾക്ക് 100 Mbps സ്പീഡിലുള്ള ഫൈബർ കണക്ഷനും പ്ലസ് 400 ചാനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 1 ഇയറിൻ്റെ പ്രീപെയ്ഡ് പ്ലാനാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മാസം 499 റുപ്പീസിൻ്റെ 100 Mbps സ്പീഡിലുള്ള ഫൈബർ കണക്ഷനും പ്ലസ് 400 ചാനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല, ഇപ്പോൾ നിങ്ങൾ 6 മന്ത്സിൻ്റെ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 599 റുപ്പീസിൻ്റെ ഒരു മാസം 599 റുപ്പീസിൽ നിങ്ങൾക്ക് 100 Mbps സ്പീഡിലുള്ള ഫൈബർ കണക്ഷനും പ്ലസ് 400 ചാനൽസ് നിങ്ങൾക്ക് കിട്ടും. അല്ല, ഇപ്പോൾ നിങ്ങളൊരു 3 മന്ത്സിൻ്റെ ഒരു പ്രീപെയ്ഡ് പ്ലാൻ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 699 റുപ്പീസിന് നിങ്ങൾക്ക് മാസം 100 Mbps സ്പീഡുള്ള ഫൈബർ കണക്ഷനും പറഞ്ഞ് ചുമയായി പ്ലസ് 400 ചാനൽസ് ആക്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും അധികം പ്രീപെയ്ഡ് പ്ലാൻസ് ഓഫേഴ്സ് ഇങ്ങനെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മിസ് ചെയ്യേണ്ട. ഫ്രണ്ട്സിനെയും ഫാമിലിയും ഒക്കെ അറിയിക്കുക കേട്ടോ. എന്തായാലും നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നാലോ? ഷോർട്ട് ബ്രേക്ക്.
പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. യെസ്, നമ്മുടെ സ്വർണ്ണവർഷം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് എന്താ പറയുക, ബോക്സസും കൂടെ ഓപ്പൺ ആക്കാനുണ്ട്, സ്വർണം കൊടുക്കാനുണ്ട്. എന്തായാലും അതിലൂടെയൊക്കെ കിടക്കുന്നതിന് മുന്നേ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഓർണമെൻറ്റ്സിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഡയമണ്ട്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഡയമണ്ട്സിൻ്റെ ഒരു സെറ്റാണ്. ഈ മാലയാണെന്നുണ്ടെങ്കിലും ഈ കമ്മലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ബാങ്കിളാണെന്നുണ്ടെങ്കിലും ഒക്കെ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇട്ടിരിക്കുന്ന ഓർണമെൻറ്റ്സിനെ പറ്റിയൊക്കെ പുഴുത്തി പറയുന്നു. അങ്ങനെയല്ല, ഇത് നമ്മുടെ സ്വർണ്ണമഹലിലെ ഓർണമെൻറ്റ്സ് ആണ്. ഭയങ്കര രസമുണ്ട് കാണാൻ, ക്യൂട്ടാണ്. അതുപോലെ തന്നെ ഡയമണ്ട്സിൻ്റെ ഒരു തിളക്കമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സ്വർണ്ണമഹലിലെ കുറച്ച് ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് അക്ഷയതൃതീയയാണ് വരുന്നത്. അക്ഷയതൃതീയയ്ക്ക് നമുക്ക് സ്വർണ്ണം വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്, ഭാഗ്യമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരുപാട് പേര് അക്ഷയതൃതീയയുടെ അന്ന് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് സ്വർണ്ണ വില കൂടുമോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളിപ്പോൾ ഒരു പവന് 1000 റുപ്പീസ് വെച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വർണ്ണമഹലിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും അക്ഷയതൃതീയ വരെ. അക്ഷയതൃതീയയുടെ അന്ന് ഇപ്പോൾ സ്വർണ്ണം വില കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇല്ല, ഇപ്പോൾ സ്വർണ്ണം കുറയുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്കും വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് മാത്രമല്ല, മറ്റൊരു ഓഫർ എന്ന് പറയുന്നത്, നിങ്ങൾ സ്വർണ്ണം എക്സ്ചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്രാമിന് 125 റുപ്പീസ് എക്സ്ട്രാ നിങ്ങൾക്ക് അങ്ങോട്ട് തരും എന്നുള്ളതാണ്. അടിപൊളിയല്ലേ? നല്ലൊരു ഓഫറാണ്. അപ്പോൾ ഇത്രയും അധികം ഓഫേഴ്സ് അവിടെ സ്വർണ്ണമഹലിൽ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സ്വർണ്ണവർഷത്തിലേക്ക് തിരിച്ചു വരാം. നേരത്തെ പറഞ്ഞ പോലെ കുറേ ബോക്സസ് നമ്മൾ തുറന്നു, ഇനിയും കുറച്ച് ബോക്സസ് തുറക്കാനുണ്ട്. അതിൽ ഒരു വിന്നറിനെ മാത്രമേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇനിയും വിന്നേഴ്സിനെ കിട്ടണം. നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, യെസ്, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? അനിൽകുമാർ. എവിടെന്നാണ് വിളിക്കുന്നത്? ട്രിവാൻഡ്രം, പേയാട് അല്ലേ? എന്താ ചെയ്യുന്നത് ചേട്ടാ? ആ, ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ചേട്ടനാണോ? അതെ. സുഖമായിട്ടിരിക്കുന്നോ ചേട്ടാ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എന്താണ് ഞായറാഴ്ച പരിപാടി? ഒരു പരിപാടി ഇല്ല. ഓക്കെ, നമ്പർ സെലക്ട് ചെയ്തോ ചേട്ടൻ? ഏതാണ് നമ്പർ? 21. ഓക്കെ, 21 ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. 21 നമുക്ക് ഗോൾഡ് ഉണ്ടോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 21 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ. ഓക്കെ, അതാണ്. താങ്ക് യു ചേട്ടാ, ബൈ. ഓക്കെ. എല്ലാ തവണയും ചേട്ടൻ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, വീണ്ടും വിളിക്കാം എന്ന്. അങ്ങോട്ട് പറയണ്ട, വിളിക്കണം എന്ന് പറയണ്ട. ചേട്ടൻ വിളിക്കും എന്ന് ചേട്ടൻ ഇങ്ങോട്ട് തന്നെ പറയാറുണ്ട്. അതുപോലെ ഇനിയും വിളിക്കുക, സ്വർണം കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോയാലോ? ഹലോ, നമസ്കാരം. നമസ്കാരം. ഇതാരാണ്? ആലപ്പുഴയിൽ ശ്രീരഞ്ജിനി ചേച്ചിയുടെ ഹസ്ബൻഡ് ആണോ? അതെ. സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ. ചേട്ടന്റെ പേരെന്തായിരുന്നു? വേണുഗോപാൽ. ശ്രീരഞ്ജിനി ചേച്ചിയുടെ പേര് എപ്പോഴും ഞാൻ കൃത്യമായിട്ട് ഓർക്കും. വേണുഗോപാൽ ചേട്ടാ. അപ്പോ യെസ്, സുഖമായിട്ടിരിക്കുന്നോന്ന് ഞാൻ ചേച്ചിയോട് നേരത്തെ ചോദിച്ചായിരുന്നു. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഏത് നമ്പറാണ്? 13 അൺലക്കി നമ്പർ. എല്ലാവർക്കും നമുക്ക് നോക്കട്ടെ, 13 പൊതുവെ അൺലക്കി നമ്പർ. പക്ഷെ നമുക്കത് കിട്ടുമോ നോക്കാം അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാലോ. ചേട്ടൻ പറഞ്ഞ പോലെ ഒന്നിപ്പഴിച്ച 3 അല്ലേ? ഇനി മൂന്നാമത്തെ കൂടെ കിട്ടണം അല്ലേ? ഓക്കെ, ഇന്ന് രണ്ടാമത്തെ ഗോളാണ്. ഓക്കെ, നമുക്ക് നോക്കാം തവണ കിട്ടുമോ. ഓക്കെ, നോക്കട്ടെ. 13 ഗോൾഡ് ഉണ്ടോ വേണുഗോപാൽ ചേട്ടന്? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഇതെന്താണ് ഈ മാജിക്? എന്തോ ആര് സെലക്ട് ചെയ്താ? സെലക്ഷൻ ആണല്ലേ? പക്ഷെ ഫസ്റ്റ് ടൈം പറഞ്ഞപ്പോ ഏറ്റില്ല. വേണുഗോപാൽ ചേട്ടന്റെ ഭാഗ്യം നോക്കാൻ വേണ്ടി ഫോൺ അങ്ങ് തന്നല്ലേ കയ്യില്?
അതെ അതെ അതാ കറക്റ്റ്. ആദ്യ ഭാഗ്യം നമ്മുടെ ഒരു കോമ്പറ്റീഷൻ വേണ്ട. ചേച്ചി സെലക്ട് ചെയ്ത നമ്പറും ചേട്ടൻ ഫോണിൽ സംസാരിച്ചു, 2 ലക്കും കൂടെ ഒരുമിച്ച് സംഭവിച്ചു എന്നിരിക്കട്ടെ അല്ലേ? ഓക്കെ, അടിപൊളി. ഇതിലൊക്കെ രസം അതല്ല മോളെ, ദീപ ഉള്ളപ്പോ ഒന്നും കിട്ടിയിട്ടില്ല, മോളുള്ളപ്പോ ഞാനാണ് നിങ്ങളുടെ ഭാഗ്യതാരം എന്നല്ലേ? ദീപ കേക്കണ്ട കേട്ടോ. ഓക്കെ ഓക്കെ, അടിപൊളി ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനിയും ഇതുപോലെ വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ ബൈ. ഓക്കെ, അപ്പോൾ മൂന്നാമതാണ് സ്വർണ്ണം അടിച്ചിരിക്കുന്നത്. യെസ്, ശരിക്കും നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അതുപോലെ നിങ്ങളും ഇതുപോലെയൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി നമുക്കൊരു കോളറും കൂടെ ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്? ഹലോ ഹലോ, ഇതാരാണ്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ടിവിയുടെ വോളിയം കൂട്ടി വെച്ചേക്കുന്നുണ്ടോ? ഒന്നും കേൾക്കാത്ത കേട്ടോ. ഇവിടെ വോളിയം കൂട്ടിയിട്ടില്ല. ഇല്ല. അപ്പൊ എന്താണ് പേര്? പേര് അശ്വതി. അശ്വതി, എവിടുന്നാ വിളിക്കുന്നേ? പന്തളം. പന്തളം. ഓക്കെ അശ്വതി, ഏതാണ് നമ്പർ? നമുക്ക് പെട്ടെന്ന് എടുക്കാം. നമ്പർ 70. 70, ഏറ്റവും ലാസ്റ്റ് നമ്പറാണ് 70. 70ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ യെസ്, ലെറ്റ്സ് സീ. ഏറ്റവും ലാസ്റ്റ് കോളർ ആയതുകൊണ്ടായിരിക്കും ലാസ്റ്റ് നമ്പർ ചൂസ് ചെയ്തത്. ലെറ്റ്സ് സീ, നോക്കാം. 70ൽ ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ, ആദ്യമായിട്ടാ വിളിക്കുന്നേ. ആദ്യമായിട്ട് എന്നെ സ്വർണ്ണം അടിച്ചു. അതെ അതെ. എന്റെ അമ്മോ, ആ നമ്പർ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താ? 70 ഒന്നല്ല, മനസ്സിലൊന്ന് തോന്നി, അങ്ങ് ലാസ്റ്റ് ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അങ്ങ് തുറന്നു നോക്കാന്ന് തോന്നി, പറഞ്ഞു. അടിപൊളി. എന്താ ചെയ്യുന്ന അശ്വതി? ഹൗസ് വൈഫ് ആണ്. അപ്പൊ അടിപൊളി. ഇന്ന് സെലിബ്രേഷൻ അല്ലേ വീട്ടില്? സ്വർണ്ണമൊക്കെ അടിച്ചിട്ടൊക്കെയല്ലേ? അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ ഇനിയും വിളിക്കാട്ടോ. അയച്ചു തരും, വീട്ടിലോട്ട് അയച്ചു തരും. വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും കേട്ടോ. ഓക്കെ, ബൈ. സോ യെസ്, ഇന്ന് നമുക്ക് 3 പേരെ കോളിലൂടെ നമുക്ക് വിന്നറിനെ കിട്ടി. ഇനി വാട്സപ്പ് വിന്നറിനെയും കൂടെ അറിയണം. ആരാന്ന് നമുക്ക് നോക്കാം. വാട്സപ്പ് വിന്നർ ആരാണ്? അഞ്ജനയാണ്. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള അഞ്ജനയാണ് വിന്നർ. ഏത് നമ്പറാണ് നോക്കിയാലോ? 53 ആണ് അഞ്ജന പറഞ്ഞിരിക്കുന്നത്. അഞ്ജന 53ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അഞ്ജനയുടെ 53, യെസ്, ഗോൾഡ് ഉണ്ട്. അഞ്ജന, കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പോൾ ഇന്ന് മൊത്തം 4 വിന്നേഴ്സിനെ നമുക്ക് കിട്ടി. 3 കോളേഴ്സും 1 വാട്സപ്പ് വിന്നറും. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ കൺഗ്രാറ്റുലേഷൻസ്. ഇനി സ്വർണ്ണം കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട, നമുക്ക് നെക്സ്റ്റ് സൺഡേ സ്വർണ്ണം അടിക്കാലോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഇസ് ശിൽപ സൈനിങ് ഓഫ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം, brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.